ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, രസകരമായൊരു മത്സരം ആണ് കൊല്ലത്ത് നടക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കൊല്ലത്തിന്റെ എംപിയും കൊല്ലത്തിന്റെ MLAയും തമ്മിലാണ് പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ. ആരാകും NDAയുടെ സ്ഥാനാർത്ഥി എന്നതിൽ വ്യക്തതയില്ല. ഒരു പക്ഷേ NDAയുടെ സ്ഥാനാർത്ഥിയായി കുമ്മനം തന്നെ എത്തിയേക്കാമെന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ ഉണ്ട് താൻ. അഭിലാഷ്, നമ്മൾ ഇന്നലെ ഡൽഹിയുടെ കഥ പറഞ്ഞ പോലാണ് നിയമസഭയിലേക്ക് കേജ്രിവാളും ലോക്സഭയിലേക്ക് മോദിയും എന്ന് പറഞ്ഞതുപോലാണ് കേരളത്തിലെ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലത്തെ കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും ചുവന്ന് തുടുത്തു നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് 1-2 സീറ്റിനപ്പുറത്തേക്ക് വിജയിക്കാൻ ഒരു ഘട്ടത്തിലും UDFന് കഴിയാത്ത ഒരവസ്ഥ. കൊല്ലം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടില്ല. മണ്ഡല പുനഃസംഘടനയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി അടക്കം അതിന് പുറത്താണ്. പക്ഷേ ജില്ലയെ അപേക്ഷിച്ച് നോക്കിയാലും ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന മണ്ഡലങ്ങളെ, നിയമസഭാ മണ്ഡലങ്ങളൊക്കെ നോക്കിയാലും ഇത്തവണ അടക്കം കുണ്ടറ മാത്രമാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒരിടത്ത് കോൺഗ്രസിന് UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ലോക്സഭാ പോരാട്ടം വരുമ്പോഴേക്കും കഴിഞ്ഞ 2 തവണയും കഴിഞ്ഞ 2 തവണയല്ല, യഥാർത്ഥത്തിൽ 3 തവണയാണ്. അതിന് മുമ്പ് പീതാംബരക്കുറുപ്പ് ജയിച്ചത്. പീതാംബരക്കുറിപ്പിന് ശേഷമാണ് NK പ്രേമേന്ദ്രൻ വരുന്നത്. വീണ്ടും പ്രേമേന്ദ്രൻ ജയിച്ചു. 2 തവണയും പ്രേമേന്ദ്രൻ പരാജയപ്പെടുത്തിയത് നമ്മൾ ആലോചിക്കണം. കൊല്ലത്തെ സംബന്ധിച്ച് CPMന്റെ പോൾ ബ്യൂറോ മെമ്പറൊക്കെ ആയിരുന്ന, കൊല്ലത്ത് നിന്ന് കുണ്ടറയിൽ നിന്ന് MLAയും മന്ത്രിയും ഒക്കെ ആയിരുന്ന MA ബേബി എന്ന നന്നേ ചെറുപ്പത്തിൽ തന്നെ 20 വയസ്സിൽ താഴെ തന്നെ കൊല്ലം ജില്ലയിലും കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു നേതാവിനെയാണ്. അങ്ങനെ മറ്റ് ആരോപണങ്ങളോ പ്രതിച്ഛായ മോശം ഒന്നുമില്ലാത്ത നേതാവാണ് അദ്ദേഹം. 37,000 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. അന്ന് പരാജയപ്പെടുന്നതിന്റെ ഘട്ടം ആലോചിക്കണം. RSP മുന്നണി മാറി മത്സരിക്കുകയാണ്. അതിനു മുമ്പ് 2 തവണയും പ്രേമേന്ദ്രൻ ആദ്യമായി മത്സരത്തിന് S കൃഷ്ണകുമാർ എന്ന വലിയൊരു അധികായനെതിരെ മത്സരത്തിന് ആദ്യം ഇറങ്ങുമ്പോൾ 30കൾ മാത്രം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെയാണ് നേരെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ നിന്ന് നേരെ വന്ന് MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വന്ന് പ്രേമേന്ദ്രൻ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. കൃഷ്ണകുമാറിനെതിരായ വികാരം ഒക്കെ സ്വാഭാവികമായും 3 തവണയായി അവിടെ MP ആയിരുന്നു. കൃഷ്ണകുമാറിനെതിരായ വികാരങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അങ്ങനെ ജനങ്ങൾക്കൊരു പ്രാപ്യനായ ഒരു വ്യക്തിയായിരുന്നില്ല. കൃഷ്ണകുമാർ പലപ്പോഴും കേന്ദ്രമന്ത്രിയും ആ തരത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ പ്രേമേന്ദ്രൻ്റെ ഒരു ചെറുപ്പക്കാരൻ വരുന്നു, അങ്ങനെ ഒരു വലിയ വിജയം നേടി. പക്ഷേ പ്രേമേന്ദ്രൻ ആ കൊല്ലത്തിന്റെ ഒരു സ്വഭാവം തന്നെ, MPയുടെ ഒരു സ്വഭാവം തന്നെ മാറ്റി. കൊല്ലത്ത് നിന്നുണ്ടായ മുമ്പുണ്ടായിരുന്ന MPമാരൊക്കെ ശ്രീകണ്ഠൻ നായരൊക്കെ പോലുള്ള തലയെടുപ്പുള്ള MPമാരായിരുന്നു. പ്രേമേന്ദ്രൻ കുറെ കൂടി ജനകീയനായ, ജനങ്ങളുടെ വിഷയത്തിലൊക്കെ ഇടപെടുന്ന ഒരു MP എന്ന നിലയ്ക്ക് വളരെ വേഗത്തിലാണ് ആ കൊല്ലത്തിന്റെ ഒരു പൾസറിഞ്ഞ് കൊല്ലത്തിലേക്ക് 2ാം തവണയും അന്നും വിജയിച്ചു. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം മത്സരത്തിന് വരുമ്പോഴാണ് അവസാന നിമിഷം മുന്നണി മാറിക്കൊണ്ട്, അത് മുന്നണി മാറുന്നതിന്റെ ആദ്യം കൊല്ലം സീറ്റ് അവർ പരാജയപ്പെട്ട ശേഷം കൊല്ലം സീറ്റ് മടക്കി ചോദിക്കുന്നു. പറ്റില്ല, പത്തനംതിട്ടയോ പകരം മാവേലിക്കരയോ പത്തനംതിട്ടയോ തരാമെന്ന് പറയുന്നു. മാവേലിക്കര ചോദിക്കുന്നു. അപ്പോൾ മാവേലിക്കര പറ്റില്ല, പത്തനംതിട്ട തരാമെന്ന് പറയുന്നു. അവസാനം പത്തനംതിട്ടയും തരാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അങ്ങനെയാണ് ഷിബു ബേബി ജോൺ, മറുവശത്ത് നിന്ന് ഷിബു ബേബി ജോൺ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം പോരെ എന്ന് പറഞ്ഞ് നേരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ ഒരു മുന്നണി മാറ്റം RSPയെ സംബന്ധിച്ച് ഉണ്ടാവുന്നു. അങ്ങനെ മുന്നണി മാറി വരുമ്പോൾ സ്വാഭാവികമായും ആ മുന്നണി മാറ്റത്തിനെതിരെയുള്ള ഒരു വലിയ വികാരമൊക്കെ ഉണ്ടാവേണ്ടതാണ് യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ച് CPMന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് കൊല്ലം ജില്ല. ആ മുന്നണി മാറ്റം ഉണ്ടായും. ഒരു മുന്നണിയെ വഞ്ചിച്ചു എന്നാണ് പിണറായി വിജയൻ പ്രചരണത്തിന് വന്ന് പരനാറി പ്രയോഗമൊക്കെ നടത്തുകയും അത് ആ പ്രയോഗത്തിന്റെ വിവാദമാവുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അന്ന് MA ബേബിയെ പോലെ വളരെ സ്വാധീനമുള്ള, വളരെ തലയെടുപ്പുള്ള ഒരു നേതാവിനെയാണ് NK പ്രേമേന്ദ്രൻ UDFനൊപ്പം നിന്ന് പരാജയപ്പെടുത്തിയത്. അന്ന് 37,000 വോട്ടിനാണ് പരാജയപ്പെടുത്തിയെങ്കിൽ കഴിഞ്ഞ തവണ UDFന് അനുകൂലമായി കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വലിയ തരംഗമുണ്ടായി. അവിടെ വീഴ്ത്താനും ഈ ബേബിയെ പോലെ തന്നെ നന്നേ ചെറുപ്പത്തിൽ തന്നെ കോളേജ് കാലം മുതൽ തന്നെ കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും സുപരിചിതനായ, എല്ലാ വിഭാഗം പാർട്ടിയിലെയും അല്ലാതെയൊക്കെ ഉള്ള എല്ലാ വിഭാഗം ജനങ്ങളുമായും വളരെ അടുപ്പമൊക്കെ ഉള്ള, നല്ല പ്രതിച്ഛായുള്ള, എല്ലാവരും പ്രേമേന്ദ്രൻ ഇടപെടുന്നത് പോലെ തന്നെ നന്നായി ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു. ബേബിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ സാധാരണ ജനങ്ങളുമായി ഇടപെടലൊക്കെ ചിലപ്പോൾ അല്പം കുറവുണ്ടെന്ന് പറയാം. പക്ഷേ ബാലഗോപാലിന് അങ്ങനെയൊക്കെ ഇടപെടുന്ന ആളാണ്. ഏത് തരത്തിലും ബാലഗോപാലിന് പിടിച്ചുകെട്ടാൻ കഴിയും പ്രേമേന്ദ്രനെ എന്നൊരു വലിയ പ്രതീക്ഷയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പാർട്ടി മിഷണറി ആകെ, CPMന്റെ മിഷണറി ആകെ ബാലഗോപാലിന് വേണ്ടി അമ്മട്ടിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ 1.5 ലക്ഷത്തോളം വോട്ടിന്റെ മാർജിനിലാണ് പ്രേമേന്ദ്രൻ ജയിച്ചത്. അപ്പോൾ പ്രേമേന്ദ്രന്റെ വോട്ട് എന്ന് പറയുന്നത് UDFന്റെ വോട്ടോ അല്ലെങ്കിൽ RSPയുടെ വോട്ടോ ഒന്നുമല്ല. RSPയെ സംബന്ധിച്ച് പ്രേമേന്ദ്രൻ 2 തവണ MP ആയി വലിയ പോരാട്ടത്തിൽ ജയിക്കുമ്പോഴും സ്വന്തം പാർട്ടിക്ക്, അദ്ദേഹത്തിനെതിരെ RSPയിൽ ഉണ്ടാകുന്ന ഒരു ആരോപണം അതാണ്, സ്വന്തം പാർട്ടിക്ക് ഒരു MLA പോലും വിജയിപ്പിക്കാൻ
അദ്ദേഹത്തിന് കഴിയുന്നില്ല. 2 തവണയും RSPയുടെ 10-11 MLA-മാരൊക്കെ ഉണ്ടായിരുന്ന ഇടതു മന്ത്രിസഭയിലൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്ന ശ്രീകണ്ഠൻ നായരും ബേബി ജോണിനെയൊക്കെ പോലുണ്ടായിരുന്ന കേരളത്തിലെ വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ ആ പാർട്ടിയുടെ അവസ്ഥ ഇപ്പോൾ പ്രേമേന്ദ്രൻ MP ആവുന്നു എന്നതിനപ്പുറത്തേക്ക് ആ പാർട്ടിയെ വളർത്താനോ അല്ലെങ്കിൽ പാർട്ടിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. വീണ്ടും എന്തായാലും ഇത് 5ാം തവണയും അദ്ദേഹം മത്സരത്തിന് ഇറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്ത് 5 തവണ വിജയിച്ചിട്ടുള്ള ഏകയാൾ N. ശ്രീകണ്ഠൻ നായരാണ്. ആ N. ശ്രീകണ്ഠൻ നായർ തുടക്കഘട്ടം മുതൽ അദ്ദേഹം 1952-ലും 62-ലും 67-ലും 71-ലും 77-ലും വിജയിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു തലപ്പൊക്കത്തിലേക്ക് അല്ലെങ്കിൽ കേരളം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു ആധികാരികതയൊക്കെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. ആ ഒരു സ്ഥാനത്തേക്ക് കൂടിയാവും ഈ 5ാം ഊഴത്തിന് പ്രേമേന്ദ്രൻ ഇറങ്ങുമ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് പ്രേമേന്ദ്രനെ താഴ്ത്താൻ വേണ്ടി കഴിഞ്ഞ 2 തവണയും നടക്കാത്ത ഒരു പുതിയ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയെ LDF അവതരിപ്പിക്കുന്നത്. അത് M. മുകേഷിനെയാണ് അവതരിപ്പിക്കുന്നത്. LDF പ്രധാനമായി ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം മുകേഷിന് പാർട്ടിക്ക് അതീതമായി സ്ത്രീകൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒക്കെ ഒരു വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ അടക്കം മുകേഷിനെതിരെ വലിയ ആക്ഷേപങ്ങളൊക്കെ വന്നെങ്കിലും കൊല്ലത്ത് മുകേഷ് പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ, അതായത് വലിയ ഈ ടെലിഫോൺ സംഭാഷണമായിരുന്നു വിവാദമായത്. അർദ്ധരാത്രി ടെലിഫോണിൽ വിളിച്ച ഒരു വ്യക്തിയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ തോതിൽ സമൂഹ മാധ്യമത്തിലൊക്കെ അടക്കം ചർച്ചയായതാണ്. പക്ഷെ അപ്പോഴും തോൽപ്പിക്കാനായില്ല മുകേഷിനെ എന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ കോൺഗ്രസ്സുകാർ പറയുന്ന കോൺഗ്രസിനകത്ത് പടലപ്പിണക്കം എന്നൊക്കെ പറയുമ്പോഴും കൊല്ലത്ത് മുകേഷും ഈ പറയുന്ന പോലെ മുകേഷിന് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇല്ല എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുകയും എന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നെ മുകേഷിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹം O. മാധവന്റെ മകനാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാരനും നല്ല കലാകാരനും ഒക്കെ ആയിരുന്ന O. മാധവനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹമൊക്കെ നാടകത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഇടതു പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ സഹിച്ച ത്യാഗങ്ങളോടും അവർ കടന്നു വന്ന വഴികളോടുമൊക്കെ കൊല്ലംകാർക്ക് നല്ല പരിചയമുള്ളതാണ്. ആ ഒരു സ്നേഹം കൂടി മുകേഷിനോടുണ്ട്. മാത്രമല്ല ഈ നടൻ എന്ന തരത്തിലുള്ള ഒരു പരിഗണന അത് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് പാർട്ടി വോട്ടുകൾക്കപ്പുറത്ത് സ്ത്രീ വോട്ടുകളെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ്. കൊല്ലത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഇമേജ് കൂടി പ്രയോജനം ചെയ്യും എന്ന് പാർട്ടി കരുതുന്നുണ്ടാകാം. അങ്ങനെ ഒരു പ്രതിച്ഛായ കൂടി യഥാർത്ഥത്തിൽ മുകേഷിനുണ്ട്. മുകേഷിനെ സംബന്ധിച്ച് മുകേഷിന് ഈ സാധാരണ ആർക്കായാലും ഒരു താല്പര്യം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് മുകേഷിന്റെ പ്രസംഗങ്ങൾ തന്നെ കേട്ടാലറിയാം അദ്ദേഹത്തിന് പറ്റിയ അബദ്ധങ്ങളാണ് പ്രധാനമായി അദ്ദേഹം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സാധാരണക്കാരുമായി കോറിലേറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അങ്ങനെ കുറെ വോട്ട് ശേഖരിക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട്. പിന്നെ മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രത്യേകത കൂടി ആലോചിച്ചാൽ ഈ കൊല്ലം ജില്ലയുടെ പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈഴവ, നായർ, അതോടൊപ്പം തന്നെ മുസ്ലിം, ലത്തീൻ കത്തോലിക്ക. ഇങ്ങനെ വരുന്ന 4 നായർ സ്ഥാനാർത്ഥികൾക്കാണ് അവിടെ പ്രാമുഖ്യം. ഇതുവരെയും കൊല്ലത്ത് നായർ സ്ഥാനാർത്ഥികളല്ലാതെ മറ്റൊരു ഇഴവ സ്ഥാനാർത്ഥി അങ്ങനെ അവിടെ നിന്ന് ജയിച്ചിട്ടില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഒരു വലിയ മത്സരം നടന്നത് ബാബു ദിവാരൻ S. കൃഷ്ണകുമാറിനെതിരെ ഒരു മത്സരമായിരുന്നു. അന്ന് 89-ലെ ആ മത്സരം ഒക്കെ ഉണ്ടായെങ്കിലും അന്ന് ബാബു ദിവാരന് S. കൃഷ്ണകുമാറിനോട് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അന്ന് UDF-ന്റെ ഒരു വലിയ തരംഗം UDF ആഞ്ഞടിച്ചൊരു ഘട്ടമാണെന്ന് കൂടിയാണ്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ഈഴവ കാൻഡിഡേറ്റ് എന്നതുകൂടി ഇപ്പൊ മുകേഷിനെ സംബന്ധിച്ച് ഈ ജാതി മതമൊക്കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് എത്രത്തോളം ബാധിക്കുമെന്നുള്ള വേറെ വിഷയമുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു തരത്തിൽ അങ്ങനെയും കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് കൊല്ലം ജില്ലയിൽ വരുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി ഈ മുകേഷിലാണ് ഈഴവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് പക്ഷെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കൊല്ലത്ത് ഞാൻ പറഞ്ഞില്ല, ഈ 4 വോട്ടും നിർണായകമാണ്. ഈഴവ വോട്ടായാലും നായർ വോട്ടായാലും ലത്തീൻ വോട്ടായാലും മുസ്ലിം വോട്ടായാലും ഒക്കെ നിർണായകമാണ്. പക്ഷെ ഇവർക്കിടയിലെല്ലാം ഒരേപോലെ സ്വാധീനമുള്ള ആളാണ് പ്രേമേന്ദ്രൻ എന്നുള്ള യാഥാർത്ഥ്യം കൂടി, ഇതിനൊക്കെ അപ്പുറത്തേക്ക് സ്വാധീനമുള്ള ഒരാളാണ് പ്രേമേന്ദ്രൻ എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ പരിശോധിച്ചാൽ അതുകൂടി കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത. ആദ്യമായി അങ്ങനെ ഒരു മത്സരം ഒരു MP സ്ഥാനത്തേക്ക് വരുന്നു എന്നൊരു പ്രത്യേകത കൂടി എന്തായാലും മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്. എന്തായാലും രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം RSP മുന്നണി വിട്ടുപോയി എന്നത് നിയമസഭാ അംഗങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അത്ര വലിയ നഷ്ടമായി കണക്കാക്കേണ്ടതില്ല. അതൊരു ശരിയായ തീരുമാനമായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നു. കാരണം അവിടെയൊന്നും പ്രാതിനിധ്യം ഉറപ്പിക്കാൻ RSPക്ക് സാധിക്കുന്നില്ല. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ NK പ്രേമചന്ദ്രൻ എന്ന അധികായനെ മറികടക്കാൻ CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് മുകേഷിനെ പുതിയ പരീക്ഷണത്തിലൂടെ അവതരിപ്പിക്കുന്നത് CPIM. നമുക്ക് ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ഇന്നലകളിലേക്ക് ആ ചരിത്രം കൂടി പരിശോധിക്കുമ്പോഴാണ് NK പ്രേമചന്ദ്രനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നൽകിക്കൊണ്ട് വെല്ലുവിളി ഉയർത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 2009-ലെ തെരഞ്ഞെടുപ്പ് ചിത്രം ആണ്. അവിടെ പരിശോധിക്കുക. N. പീതാംബരക്കുറുപ്പ്, P. രാജേന്ദ്രൻ എന്നിവർ ആയിരുന്നു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. കിരൺ,
അന്ന് പി രാജേന്ദ്രൻ 2 തവണ വിജയിച്ച ശേഷമാണ് 3-ാം തവണ ഒരു മത്സരത്തിന് വരുന്നത്. അന്ന് യഥാർത്ഥത്തിൽ പീതാംബരക്കുറുപ്പിനെ കൊല്ലത്ത് മത്സരത്തിനൊക്കെ ഇടുമ്പോൾ പീതാംബരക്കുറുപ്പിന് ഒരു സീറ്റ് കൊടുക്കാൻ ഒരു അക്കോമഡേഷൻ എന്നതിനപ്പുറത്തേക്ക് ഈ മത്സരത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന തരത്തിലൊക്കെ ആയിരുന്നു ആദ്യം വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നത്. പക്ഷേ 2 തവണ MP ആയിരുന്ന പി രാജേന്ദ്രൻ 2 തവണത്തെ MP സ്ഥാനം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ജനങ്ങളുടെ ജനപ്രീതിയിലുണ്ടായ വലിയ തോതിലുള്ള ഇടിവ്, അദ്ദേഹത്തിനെതിരായ ഒരു വികാരം, അതിനെല്ലാം അപ്പുറത്തേക്ക് അന്ന് കോൺഗ്രസ് അനുകൂലമായ ഒരു വികാരം, ഇതെല്ലാം ചേർത്ത് പീതാംബരക്കുറുപ്പിന് അദ്ദേഹം പോലും അന്ന് വിജയിക്കുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പീതാംബരക്കുറുപ്പിന് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ വലിയ പണം ചെലവാക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത പീതാംബരക്കുറുപ്പിനെ നമുക്കറിയാം. അദ്ദേഹത്തിന് ആ തരത്തിലേക്കൊന്നും വലിയ മാനേജ്മെന്റ് പ്രസംഗിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് കരുണാകരന്റെ വിശ്വസ്തൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായത്. പക്ഷേ പീതാംബരക്കുറുപ്പിനെ പോലെ ജനങ്ങളുമായിട്ടൊക്കെ ഏത് ആളുടെയും തോളിൽ കൈയിട്ടൊക്കെ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരാൾ വന്നതോടുകൂടി സ്വാഭാവികമായും അവിടെ പി രാജേന്ദ്രൻ പരാജയപ്പെടുകയും അവിടെ പീതാംബരക്കുറുപ്പ് വിജയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതേ തുടർന്നാണ് RSP വീണ്ടും ഈ സീറ്റിന് ഒരു അവകാശവാദം പരാജയപ്പെട്ട ജയിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് RSPക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ കുറെ കാലമായി പ്രേമേന്ദ്രൻ മാറി രാജ്യസഭയിലേക്കൊക്കെ പോയി അതിനുശേഷവും അവർക്ക് സീറ്റ് വേണമെന്നുണ്ടായിരുന്നു. സീറ്റ് കൊടുക്കാൻ CPM തയ്യാറായില്ല. അങ്ങനെ സീറ്റ് ആവശ്യപ്പെടാനുള്ള ഒരു പ്രധാന റീസൺ തന്നെ ഇതാണ്. പീതാംബരക്കുറുപ്പ് ജയിച്ച ഒരു സ്ഥലമാണ്. ആ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ, ആർക്ക് പ്രേമേന്ദ്രന് കിട്ടുമ്പോൾ കേരളത്തിൽ നഷ്ടമുണ്ടായ ഒരു MP എന്ന് പറയുന്നത് പീതാംബരക്കുറുപ്പാണ്. പീതാംബരക്കുറുപ്പിന് കിട്ടേണ്ട ഒരു അവസരമാണ് അന്ന് നഷ്ടപ്പെട്ടു പോയത്. അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വീണ്ടും അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പ്രേമേന്ദ്രൻ കൃത്യമായി വിജയിക്കുകയും ചെയ്തു. നമുക്ക് അടുത്ത 2009 17,531 വോട്ടുകൾക്കാണ് പീതാംബരക്കുറുപ്പ് വിജയിച്ചതെങ്കിൽ 2014 വരുമ്പോഴാണ് കരുത്തന്മാരുടെ പോരാട്ടം എന്ന നിലയിലേക്ക് മാറുന്നത്. രാഷ്ട്രീയമായ വലിയ മാറ്റം RSP നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അവിടെയാണ് MA ബേബിയെ പോലെ ഒരു നേതാവിനെ 37,000 വോട്ടുകൾക്ക് NK പ്രേമചന്ദ്രൻ തോൽപ്പിക്കുന്നത്. അഭിലാഷ്, നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി എടുക്കാമെന്ന് തോന്നുന്നു. അതായത് 2019 ചിത്രം ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 2014-ലും 19-ലും CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശക്തരായ ഒരു എതിരാളിയെ നൽകാമോ അത്രയും ശക്തരായ എതിരാളിയെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 19-ലേക്ക് എത്തുമ്പോൾ അവിടെ KN ബാലഗോപാൽ ആണ് സ്ഥാനാർത്ഥി. ഭൂരിപക്ഷമാകട്ടെ 1,48,000-ലേക്ക് കുത്തനെ ഉയരുകയും ചെയ്യുന്നു. ആ ഭൂരിപക്ഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അഭിലാഷ്. 50 എന്ന മാർക്ക് കടന്ന ഒരു ഭൂരിപക്ഷം കൂടിയായിരുന്നു അത്. 51.6% വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 40-45 ഒക്കെ ശതമാനം വോട്ടാണ് വരുന്നത്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് പ്രേമേന്ദ്രൻ കഴിഞ്ഞ പ്രേമേന്ദ്രന്റെ വോട്ട് പ്ലസ് UDFന് അനുകൂലമായി കേരളത്തിൽ കഴിഞ്ഞ 19 സീറ്റുകൾ നേടാൻ വീശിയടിച്ച ഒരു തരംഗം, ഇതെല്ലാം കൂടി ചേർത്തതോടുകൂടി പ്രേമേന്ദ്രന്റെ വിജയം ബാലഗോപാൽ എന്ന സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ അപ്രസക്തനാക്കുന്ന രീതിയിലേക്കാണ് എല്ലാ മണ്ഡലങ്ങളിലും, ഈ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രേമേന്ദ്രന് വിജയിക്കാൻ നടന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രേമേന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിക്കുകയും ചെയ്തത്. എന്തായാലും